നമസ്കാരം, ഞാൻ സുരേഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് വൈത്തീശ്വരൻ എന്ന പേരുള്ള സ്ഥലത്തെ ദേവാലയത്തിലാണ്. ഇവിടെ വൈദ്യനാഥനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. എന്താണ് ആ ക്ഷേത്രത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ളതെന്ന് പറയുന്നത് നാഡീശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അതായത് ഒരു തുണ്ട് ഒരു താളിയോല ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം മൊത്തം, അവൻ്റെ കടന്നു പോയിട്ടുള്ളതും വരാനിരിക്കുന്നതൊക്കെ ജീവിതം മൊത്തം, അല്ലെങ്കിൽ അവരുടെ പൂർവാശ്രമം കഴിഞ്ഞ ജന്മത്തിൽ അവരാരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അത് നമ്മളോട് പറയുന്ന ഒട്ടനവധി മഠങ്ങൾ, ആശ്രമങ്ങളൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാന വരുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയായിരിക്കുകയാണ്. ലൈറ്റുകളൊക്കെ കുറവുണ്ടെന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിരവധി കരിങ്കൽ തൂണുകളാണ്. ഈ കരിങ്കൽ തൂണുകളിലൊക്കെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഞാനൊരു എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു വഴി കൂടി പറയാം. പളനിയിൽ നിന്ന് ഏതാണ്ട് 256 കിലോമീറ്റർ ഇവിടെ എത്തിച്ചേരുന്നതിനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ശീർക്കാഴി റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ശീർക്കാഴിയാണ് ഇവിടെ തൊട്ടടുത്തുള്ളത്. ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 12 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തിച്ചേരാം. നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ ആനയുണ്ട്. അതിൻ്റെ നിൽക്കുകയാണ്, ക്ഷേത്രത്തിലെയാണ്. അപ്പോൾ ഇവിടെ ആളുകളെയൊക്കെ നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. കരിമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കും ഒരു അനുഗ്രഹം വാങ്ങിച്ചു തരാം. നമ്മളോട് എന്താ എനിക്ക് അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിൽ ഇവിടുത്തെ പൂജ സമയം കൂടിയാണ്. ഇപ്പോഴും പൂജയ്ക്ക് ചേർന്നിട്ടുണ്ട്. ഇതിലൊക്കെ എത്ര മനോഹരമായിട്ട് ഈ കരിങ്കൽ തൂണുകൾ, ഇതിലൊക്കെ ഒരുപാട് ഏറ്റവും വലിയ ആകർഷണീയമായിട്ടുള്ള കാര്യമാണുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ താളിയോലയെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒളിഞ്ഞു കിടക്കുന്ന കെട്ടുകൾ, മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുള്ള പരിഹാരികൾ ഇവിടുത്തെ താളിയോല കെട്ടുകളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. പക്ഷേ ഈ താളിയോല നമുക്ക് കിട്ടണമെങ്കിൽ അത് വിധിയുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കിട്ടുകയില്ല. നമ്മളെ കുറേ ചോദ്യങ്ങളിലൂടെ ചോദിച്ചിട്ടാണ് നമ്മളുടെ ആ താളിയോല അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അതിൽ നിന്ന് നമുക്ക് അവർ പറഞ്ഞു തരും. വളരെ വിചിത്രമെന്ന് പറയേണ്ട പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് അറിയുവാനുള്ള ഒരു സന്ദർഭമായിരുന്നു ഇത്. പിത്തളയിൽ ചെമ്പിൽ തീർത്തതാണെന്ന് തോന്നുന്നു നമ്മുടെ മയിലിൻ്റെ ഒരു വിഗ്രഹം കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചരിത്രം പറയുകയാണെങ്കിൽ ഈ അഗസ്ത്യമുനി എഴുതിയ ജാതകമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, അല്ല ഇവിടെ കിട്ടുന്നതെന്ന് പറയുന്നു. ജനിച്ചതും ജനിക്കാതിരിക്കുന്ന മനുഷ്യരുടെ ജാതകം എഴുതിയത് അഗസ്ത്യമുനിയാണെന്നാണ് വിശ്വാസം. അദ്ദേഹത്തെ ജ്യോതിഷത്തിൻ്റെ ആചാര്യൻ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥയെന്ന് പറയുന്നത്, ഒരിക്കൽ ശിവൻ പാർവതി ദേവിയുടെ പുതിയ കാലത്ത് ജനിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞുവത്രേ. ഇത് ഭൂമിയിൽ വെച്ച് ധ്യാനത്തിൽ കണ്ട അഗസ്ത്യമുനി ഇതെല്ലാം താളിയോലയിൽ പകർത്തി വെച്ചു. അതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യമാണ്, തള്ളവിരൽ മുദ്ര നോക്കി ഇവിടെ എത്തിയാൽ ഉടനെ താളിയോല കണ്ടെത്തി അറിഞ്ഞു പോകാം. നമ്മുടെ ഈ തള്ളവിരൽ തമ്മി പ്രശ്നത്തിലൂടെയാണ് ഇവിടെയുള്ള ഈ താളിയോല ഇവരെ കണ്ടെത്തുന്നത്. അപ്പോൾ അത് ജന്മരഹസ്യങ്ങൾ അറിയുവാൻ ആദ്യം ചെയ്യേണ്ടത് തള്ളവിരലിൻ്റെ മുദ്ര കൊടുക്കുക. അതുപയോഗിച്ച് താളിയോല തിരഞ്ഞെടുക്കും. പേരിൻ്റെ അക്ഷരങ്ങളിൽ തുടങ്ങി മാതാപിതാക്കളുടെ പേരും കുടുംബാംഗങ്ങളുടെ പേരും വീട്ടുപേരും ജോലിയും ഒക്കെ പറയുന്നുണ്ട് എന്നാണ് ഇവിടെ ജ്യോതിഷം അറിയുവാൻ വന്നവർ പറയുന്നത്. ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു കുളത്തിൻ്റെ കരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ വിശാലമായ ഒരു കുളമാണ്. ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ ത്വക്ക് രോഗങ്ങൾ ഒക്കെ ഭേദമാകും എന്നുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ആളുകളെ അതിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ലായിരുന്നു. ഇവിടെ നിന്നും കൈയും കാലും ഒക്കെ കഴുകിയ ആളുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുളത്തിൽ വന്ന് കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് ആളുകൾ പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഏതാണ്ട് ഇത് പറയുന്നത് ചരിത്ര രേഖകൾ അനുസരിച്ചാണ് ഒരു 10-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. 5 ഗോപുരങ്ങൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ഇത് കുലോത്തുംഗ ചോളൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നും ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ദീപാരാധനാ സമയമാണ്. ഞങ്ങൾ അകത്ത് കയറിയിട്ട് തൊഴുത് പുറത്ത് വന്നു. അകത്ത് ഷൂട്ടിംഗ് നിരോധിച്ചിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുറത്ത് നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് രാവിലെ RJ വന്നിരുന്നു. രാവിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിനെ സംബന്ധിച്ച് വരെ തമിഴ്കം എന്ന് പറയുന്നത് തെക്കൻ
തെക്കേ ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഒക്കെ ചേർന്ന് ചോള പാണ്ഡ്യ ആ സമയത്തുണ്ടായിരുന്നു ഈ തമിഴകം എന്ന് പറയുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തഞ്ചാവൂർ എന്ന് പറയുന്ന ശില്പകലയ്ക്ക് ഏറ്റവും പേര് കേട്ടതായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ ഈ കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ കാലത്ത് എത്തരത്തിലുള്ള കലാകാരന്മാരാണ് ശില്പകല ഉണ്ടായിരുന്നത് എന്ന് വിളിച്ചോതുന്നതാണ്. ഈ ക്ഷേത്രത്തെ കുറിച്ച് മറ്റൊരു ഐതിഹ്യമെന്ന് വേണം വിശേഷിപ്പിക്കാൻ എന്നുള്ളത്, മുരുകനും താരകാസുരനും തമ്മിൽ പുരാണങ്ങളിൽ പറയുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ യുദ്ധത്തിന് ശേഷം മുറിവേറ്റ ദേവന്മാരെ ചികിത്സിക്കാനായി ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ശിവൻ വൈദ്യനാഥനായി എത്തുകയും ആ വൈദ്യനാഥൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഇതിൻ്റെ പിന്നിൽ പറയുന്നുണ്ട്. എന്തു തന്നെയായാലും വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഒന്നും കൂടി എടുത്തു പറയാൻ ഇവിടുത്തെ ശില്പചാരുതയാണ്. കരിങ്കല്ലിലെ കൊത്തുപണികളാണ് നമുക്ക് ഏറ്റവും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ ഒരു ശില്പചാരുത അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വന്നെത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വരുന്നത് ശീർക്കാഴി ആണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ശീർക്കാഴി നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലേ, ഏറ്റവും നല്ലൊരു മുരുകൻ്റെ പാട്ട് പാടിയുള്ള ശീർക്കാഴി ഗോവിന്ദരാജൻ മരുതമലൈ എന്ന പാട്ട് പാടിയ അദ്ദേഹത്തിൻ്റെ നാടാണ് ശീർക്കാഴി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നിങ്ങൾക്ക് ഈ ഒരു വൈത്തിരി എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് തന്നെ. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടല്ല ഇവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് കുരുമുളകും ഉപ്പുമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അസുഖങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചാൽ അതിൽ അമൃതിൻ്റെ അംശമുണ്ടെന്നാണ് പറയുന്നത്. കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ത്വക്ക് രോഗങ്ങളെല്ലാം മാറും എന്നുമാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്രം കാണാൻ നിങ്ങളെയൊക്കെ ഇവിടെ എത്തും എന്ന് വിശ്വസിക്കുന്നു. ദീപാരാധന കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളും ക്ഷേത്ര നടയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അപ്പം മറുനാടിൻ്റെ പ്രയാണം തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള വൈത്തേരി ക്ഷേത്രത്തിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ഇന്നിവിടെ സമാപിക്കുകയാണ്. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.